1 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ വരുന്നുണ്ട്, ബിഗ് ബില്യൺ ഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫേഴ്സ് ഈ ലാപ്ടോപ്പുകളിലൊക്കെ കിട്ടാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിന് മുന്നേ അൾട്ടിമേറ്റ് ലാപ്ടോപ്പ് ബൈയിങ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഇതിൻ്റെ അകത്ത് പറയുന്ന പല ലാപ്ടോപ്പിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യെസ്, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സ്റ്റാർട്ടിങ് ഓഫ് വിത്ത് HP വിക്ടേഴ്സ് ഗെയിമിംഗ് ലാപ്ടോപ്പ്. HP വിക്ടേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഭയങ്കര ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ അതിനെല്ലാം കളഞ്ഞ് ഒരു മിനിമൽ ഡിസൈൻ, ക്ലീൻ ആയിട്ടുള്ള ഡിസൈനിൽ ബെസ്റ്റ് പെർഫോമൻസ് തരുന്നതാണ് HP വിക്ടേഴ്സ് സീരീസ്. HP വിക്ടേഴ്സ് 16S009 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ആദ്യം പ്രൈസ് റേഞ്ച് തന്നെ പറയാം. 84,490 രൂപയാണ് ഇപ്പോൾ ആമസോണിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പ്രൊസസ്സർ നോക്കുമ്പോൾ നമുക്ക് Ryzen 7 7840HS എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ്. ഒരു 5.1 GHz ക്ലോക്ക് സ്പീഡിലുള്ള ഒരു കിടിലം പ്രൊസസ്സറാണ്. Ryzen 7 സീരീസ് ഒക്കെ ഭയങ്കര നല്ല പ്രൊസസ്സേഴ്സാണ്. ലൈക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ റെൻഡറിങ് എക്സ്പീരിയൻസും 3D ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഗെയിമിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യും. 5600 MHz ഒരു DDR5 റാമാണ് വരുന്നത്. 16 GB ആണ്. അതുപോലെ തന്നെ 1 TB ഒരു Gen 4 NVMe SSD വരുന്നുണ്ട്. M.2 SSD ആണ്. ഗ്രാഫിക് കാർഡ് നോക്കുന്ന സമയത്ത് GeForce RTX 3050 ആണ് ഇതിനകത്ത് വരുന്നത്. 16.1 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷനിലുള്ള 144 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു നല്ല വലിയ ഡിസ്പ്ലേയും ഈ ഒരു ലാപ്ടോപ്പിനുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Windows 11 ഹോം നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിനെ കുറിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിനകത്തുണ്ട്. ഭയങ്കര കോമ്പീറ്റിംഗ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ. അറ്റ് ദ സെയിം ടൈം 1 TB SSD കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്ന ലാപ്ടോപ്പുകൾ നോക്കുമ്പോൾ SSD പൊതുവേ 512 GB ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഒരു 1 ലക്ഷം ഒരു 90,000 95,000 റേഞ്ചിലുള്ള ലാപ്ടോപ്പുകൾ നോക്കിയാൽ തന്നെ. അപ്പോൾ ഇതിനകത്ത് 1 TB SSD തരുന്നു എന്നുള്ളത് ഭയങ്കര നല്ലതാണ്. ബിക്കോസ് നിങ്ങൾക്ക് കുറേ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഒരു എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും സ്റ്റോറേജ്. പ്രൈസ് ടു സ്പെക് റേഷ്യോ നോക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ 3D വർക്കുകൾ ചെയ്യുന്നവരാണ്, നിങ്ങൾ ആർക്കിടെക്റ്റ് ആണ്, നിങ്ങളിപ്പോൾ CAD യൂസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്നവരാണ്, എന്നാൽ അത്യാവശ്യം ഗെയിം കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിനകത്തൊരു ഡൗൺ സൈഡ് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇതിൻ്റെ ആ ഒരു പാനൽ ഉണ്ടല്ലോ, അതായത് ലാപ്ടോപ്പിൻ്റെ ആ ഒരു ഡിസ്പ്ലേ വോബിൾ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് ഇങ്ങനെ കുലുങ്ങുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ആക്ച്വലി പൊതുവേ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ വോബിൾ ഇഷ്യൂ പലർക്കും നേരിടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ലാപ്ടോപ്പ് തുറക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ലാപ്ടോപ്പ് എപ്പോഴും തുറക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൻ്റെ ആ സ്ക്രീനിൻ്റെ ഭാഗം മാത്രം പിടിച്ചിട്ട് തുറക്കുന്നവരുണ്ട്. അങ്ങനെയല്ല തുറക്കാനുള്ളത്. നിങ്ങൾ ലാപ്ടോപ്പിൻ്റെ ആ ബേസിനെ ഒന്ന് കൈകൊണ്ട് പിടിച്ചതിന് ശേഷം പതുക്കെ 1 വിരലോ 2 വിരലോ യൂസ് ചെയ്ത് ലൈറ്റായിട്ട്, ഒരുപാട് പ്രഷർ കൊടുക്കാതെ ലൈറ്റായിട്ട് സ്മൂത്തായിട്ട് പൊക്കിയെടുക്കുക. ഇങ്ങനെ യൂസ് ചെയ്യുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. ബട്ട് ഈ ഒരു HP വിക്ടേഴ്സിൻ്റെ അകത്ത് കുറച്ചധികം ഈ ആളുകൾ ഇങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പ് തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയി ഈ ഒരു മോഡൽ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ബെസ്റ്റ് സൗണ്ട് എക്സ്പീരിയൻസിനായിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് എടുക്കരുത്. സൗണ്ട് അത്ര കൊള്ളത്തില്ല. അടുത്ത എന്നെ പോലത്തെ ASUS ഫാൻസിന് വേണ്ടിയിട്ടാണ് ASUSൻ്റെ ROG Strix G16 എന്ന് പറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ്. 2023 മോഡലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഭയങ്കര നല്ല സ്പെക്കാണ് ഓഫർ ചെയ്യുന്നത്. പ്രൈസ് നമ്മൾ നോക്കുന്ന സമയത്ത് 89,990 രൂപയാണ്. അതായത് ക്ലോസ് ടു 1 lakh ആണ് ഇതിൻ്റെ പ്രൈസ്. ബട്ട് അതിനുള്ളത് ഈ ഒരു ലാപ്ടോപ്പ് തരുന്നുണ്ട്. പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് 13th Gen Intel i5 പ്രൊസസ്സറാണ് വരുന്നത്. 13450HX ആണ് അതിൻ്റെ മോഡൽ. ആൻഡ് ക്ലോക്ക് സ്പീഡ് നോക്കുന്ന സമയത്ത് 2.4 GHz ബേസ് സ്പീഡും അതുപോലെ തന്നെ അപ് ടു നിങ്ങൾക്ക് 4.6 GHz വരെ നിങ്ങൾക്ക് ഓവർ ക്ലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. 512 GB ആണ് SSD വരുന്നത്. 4800 MHz 16 GB DDR5 റാമാണ് വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് 32 GB വേണമെങ്കിൽ ആക്കാൻ പറ്റും. ലൈക്ക് 16 GB എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിങ്ങിനൊക്കെ മോർ ദാൻ ഇനഫ് ഞാൻ പറയും. പക്ഷേ എഡിറ്റിംഗ് സീരീസിലോട്ട് വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഇൻഡെപ്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ 16 GB എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നവർക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇതിനൊന്ന് 32 GB അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വർത്തായിരിക്കും. ഡിസ്പ്ലേ നോക്കുമ്പോൾ 16 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് 165 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. IPS ആണ് ഇതിൻ്റെ പാനൽ എന്ന് പറഞ്ഞാൽ 7 ms ആണ് റെസ്പോൺസ് ടൈം. ഗ്രാഫിക് കാർഡ് നോക്കുമ്പോൾ NVIDIA GeForce RTX 3050 ആണ്.
6 GB ആണ് അതിനകത്ത് വരുന്ന VRAM. Windows 11 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നത്. സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസും ഇതിനകത്ത് ആക്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലാപ്ടോപ്പിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലോക്ക് സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് 32 GB അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ദിസ് ഈസ് വർത്ത്. ലൈക്ക് ഇന്ന് നിങ്ങൾ 90,000 രൂപ കൊടുത്ത് ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു, ഒരു ആഫ്റ്റർ 6 months നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ കൂടി വന്നു. ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്തേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, 32 GB RAM ആക്കുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പോലും 2 വർഷം 2.5 വർഷത്തേക്ക് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോകും. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ലാപ്ടോപ്പ് കഴിഞ്ഞ 2 ലാപ്ടോപ്പും ഒരു 90,000 റേഞ്ചിലുള്ളതായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു 70,000 താഴെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ Acer Nitro 5 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. 68,490 രൂപയാണ് പ്രൈസ്. AMDയുടെ Ryzen 5 7000 സീരീസ് പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. Ryzen 5 7535HS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെക്സാകോർ പ്രോസസ്സറാണ്. 3.3 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഡിസ്പ്ലേ നോക്കപ്പോൾ 15.6 ഇഞ്ചിൻ്റെ ഒരു IPS പാനലോട് കൂടിയാണ് വരുന്നത്. ഫുൾ HD ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. റിഫ്രഷ് റേറ്റ് നോക്കപ്പോൾ 144 Hz ആണ് ഇതിനകത്ത് വരുന്ന റിഫ്രഷ് റേറ്റ്. ഇനി ഗ്രാഫിക് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് NVIDIA GeForce RTX 3050 4GB ആണ് വരുന്നത്. റാമിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 GB DDR5 ഡുവൽ ചാനൽ റാമാണ് വരുന്നത്. ഇതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും 32 GB വരെ. സോ ഈ ഒരു ലാപ്ടോപ്പിലും നിങ്ങൾക്ക് റാം അപ്ഗ്രേഡബിൾ ഫീച്ചർ വരുന്നുണ്ട്, വിച്ച് ഈസ് നൈസ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന പല ലാപ്ടോപ്പിലും ഈ ഒരു ഫീച്ചർ കാണാറില്ല. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലതാണ്. ഇന്റർണൽ സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 512 GB SSD മാത്രമേ ഉള്ളൂ. യെസ്, 512 GB SSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറവ് തന്നെയാണ്, അല്ലാതൊന്നും നിങ്ങളുടെ താഴത്ത് ഞാൻ പറയുന്നില്ല. 512 GB SSD ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നവർ എപ്പോഴും ശ്രദ്ധിച്ചോളാം, ഓൾറെഡി നിങ്ങളുടെ വിൻഡോസ് എല്ലാം കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരു 100 GB എടുത്തിട്ടുണ്ടാവും. ബാക്കി മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ SSDയോ ഒരു ഹാർഡ് ഡ്രൈവോ ഒക്കെ വാങ്ങുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ലാപ്ടോപ്പ് ഞാൻ ബേസിക്കലി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിലില്ല കാണിച്ചു തരാനായിട്ട്. നല്ല തെർമൽസ് ആണ്. നിങ്ങൾ എത്രയൊക്കെ ഗെയിം കളിച്ച് കഴിഞ്ഞാലും ഓവർ ഹീറ്റ് ആവേ, നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുക ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് സൂപ്പറാണ്. നിങ്ങൾക്ക് നോർമൽ ടാസ്കുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 hours 3 hours ഒക്കെ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് അറൗണ്ട് ഒരു 1.5 hours 2 hours ഒക്കെ കിട്ടുള്ളൂ. ഗെയിം അവിടെയാണ് വേറൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ ഒരിക്കലും ബാറ്ററി ബാക്കപ്പിൽ കളിക്കരുത്. പവർ കണക്ട് ചെയ്യുക, പവർ കണക്ട് ചെയ്ത് മാത്രമേ ലാപ്ടോപ്പിൽ ഗെയിം കളിക്കാവൂ. ബിക്കോസ് ലാപ്ടോപ്പിൻ്റെ ആ ഒരു ലൈഫ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രം ചെയ്യാം. ഡിസ്പ്ലേയും ഭയങ്കര അടിപൊളിയാണ്, കളർ സെൻസ് നല്ലതാണ്. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേയും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കിട്ടുന്നത് ഒരു 70,000 രൂപയ്ക്ക് താഴെയാണ്. അടുത്ത് നിങ്ങളൊരു ഗെയിമർ അല്ല, എന്നാൽ ഇടയ്ക്കൊക്കെ ഗെയിം കളിക്കും, എന്നാൽ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളൊരു എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, 3D ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ബേസിക്കായിട്ട് വേണ്ടത് ഹൈ പെർഫോമൻസ് ആൻഡ് നല്ല ഹാൻഡി ആയിട്ടുള്ള ലാപ്ടോപ്പ്. അതിന് നമ്മുടെ ഏസൂസിൻ്റെ ക്രിയേറ്റർ സീരീസ് VivoBook 16X ഉണ്ട്. 2023 മോഡലാണ്. ഇന്റൽ കോർ i5 13 Gen പ്രോസസ്സറാണ് വരുന്നത്. 13500H എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രോസസ്സർ വേരിയന്റ്. 2.6 GHz തൊട്ട് നമുക്ക് 4.7 GHz വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർക്ലോക്ക് ചെയ്യാം. 16 GB സ്ലോട്ട് റാമും അതുപോലെ തന്നെ ഓൺ ബോർഡ് 8 GB റാമും കൂടി മൊത്തത്തിൽ 24 GB റാമോട് കൂടിയാണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. 512 GB ആണ് SSD വരുന്നത്. പിന്നെ 16 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് 120 Hz റിഫ്രഷ് റേറ്റുള്ള 100% sRGB വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. എന്തുകൊണ്ട് 100% sRGB വാലിഡേഷൻ? കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്ന ഡാവിഞ്ചി റിസോൾവ് പോലെയുള്ള കളറിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള sRGB അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ചെയ്യുമ്പോൾ മഞ്ഞയായിരിക്കും, നിങ്ങൾ ഔട്ട് എടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് ആയിരിക്കും. അങ്ങനെ അക്യുറസി ഇഷ്യൂ വരാതിരിക്കാനാണ് 100% sRGB ഉള്ള പാനൽ നോക്കുന്നത്. ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ എപ്പോഴും കുറച്ച് സാച്ചുറേറ്റഡ് ആയിരിക്കും ഡിസ്പ്ലേ. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗെയിം നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് നിൽക്കും. അതിൽ എഡിറ്റ് ചെയ്യപ്പോൾ ഉള്ള പ്രശ്നം കളർ ഗ്രേഡിങ് പ്രോപ്പർ ആവില്ല. അപ്പോൾ കളർ ഗ്രേഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർക്ക് ഈ ഒരു ലാപ്ടോപ്പ് മസ്റ്റ് റെക്കമെൻഡഡ്. ഗ്രാഫിക് കാർഡ് നോക്കപ്പോൾ RTX 3050 ആണ് വരുന്നത്. 4 GB വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ബാക്ക് ലിറ്റഡ് ആയിട്ടുള്ള ഒരു കീബോർഡും നം കീയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു വലിയ കീബോർഡാണ്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഹാൻഡി ആയിരിക്കും. ഒരു 4K ഫൂട്ടേജ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാലും പ്രീമിയർ പ്രോയിലായാലും അതുപോലെ തന്നെ ഡാവിഞ്ചിയിലായാലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് കേപ്പബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ആ ഒരു കോമ്പാക്ട് സൈസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബാഗിനകത്ത് ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ആൻഡ് ഈ കോമ്പാക്ട് സൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മറ്റ് ലാപ്ടോപ്പുകളുമായിട്ട് വലിയ വെയിറ്റ് വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഓൾമോസ്റ്റ് 2 kilos തന്നെയാണ്. പക്ഷേ നമ്മുടെ ആ ഒരു എടുത്ത് യൂസ് ചെയ്യുന്ന പെരുമാറുന്ന രീതിയിൽ
കുറച്ചുകൂടി സ്ലിം ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഓടി നടന്നൊക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 87,990 രൂപയാണ്. ഈ പ്രൈസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ഇതിനകത്തൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അടുത്ത ഫൈനൽ ആയിട്ടുള്ള ലാപ്ടോപ്പ് 1 ലക്ഷം രൂപയ്ക്കകത്ത് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് Asus TUF Gaming A15. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ AMD Ryzen 7 7000 സീരീസ് ആണ് വരുന്നത്. 4.7 GHz ആണ് ഇതിൻ്റെ ഏറ്റവും കൂടിയ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. 16 GB ഒരു DDR5 റാമും അതുപോലെ തന്നെ 8 GB ഒരു ഓൺബോർഡ് റാമും കൂടിയുണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് 24 GB കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 32 GB അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്ക് സ്ലോട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാം. ഗ്രാഫിക് കാർഡ് നോക്കുന്ന സമയത്താണ് ഇതിനകത്ത് ഏറ്റവും ഡിഫറൻസ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ എല്ലാ ലാപ്ടോപ്പിലും 3050 ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ അകത്ത് 4050 ആണ് ഗ്രാഫിക് കാർഡ് വരുന്നത്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 15.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ, 144 Hz ആണ് റിഫ്രഷ് റേറ്റ്. 144 Hz ആണ് റിഫ്രഷ് റേറ്റ്. G-Sync സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ ഒരു ലാപ്ടോപ്പ് കുറച്ച് എക്സ്പെൻസീവ് സെറ്റിലോട്ടാണ് വരുന്നത്. അതായത് 99,990 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ബട്ട് ഇതിൽ എവിടെയാണ് പ്രൈസ് കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസ് ഗ്രാഫിക് കാർഡ്. അപ്പോൾ കുറച്ചുകൂടി ഗ്രാഫിക് ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സുകളും ഗെയിമിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ലാപ്ടോപ്പ് ആയിരിക്കും ബെറ്റർ. Ryzen 7000 സീരീസ് പ്രോസസ്സർ എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് സോ ഗുഡ്. അതിൻ്റെ കൂടെ നമുക്ക് 4050 കൂടി പെയർ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. 100% ഉറപ്പ്. അപ്പോൾ 1 ലക്ഷം രൂപ എന്ന ആ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇതെടുക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിന് തൊട്ട് താഴേക്കാണ് ബഡ്ജറ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ മേലെ ഈ പറഞ്ഞ ലാപ്ടോപ്പുകൾ എടുക്കാം. ഇതെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ് സ്പെക്ക് വെച്ച് നോക്കുന്ന സമയത്ത്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പലരും പല വീഡിയോസും ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് i5 12th Gen, i5 11th Gen, Ryzen 7 5000 സീരീസ് ഒക്കെ നിങ്ങൾക്ക് 50,000 60,000 രൂപയ്ക്ക് കിട്ടുന്നു. അത് തന്നെ നല്ല പെർഫോമൻസ് തരും എന്നുള്ളത്. യെസ്, പെർഫോമൻസ് തരും. ഇത് 2023 തരും. ബട്ട് 2024-25 പോകുന്ന സമയത്ത് ഓരോ ആപ്പും ഓരോ ഗെയിമും പുതിയ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്ഡേറ്റിനനുസരിച്ച് ഏറ്റവും മാക്സിമം പെർഫോമൻസ് തരാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സിനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രാഫിക് കാർഡുകൾക്കും റാമുകൾക്കും തന്നെയാണ് വരുന്നത്. കറൻ്റ്ലി മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പെക്കുള്ള ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 100% ഉണ്ടാവും. യെസ്, DDR4 റാമിൽ നിന്ന് DDR5 റാം കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഡിഫറൻസ് ഉണ്ട്. 3050 4050 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും ഡിഫറൻസ് ഉണ്ട്. Ryzen 7 5000 സീരീസും Ryzen 7 7000 സീരീസിലും ഡെഫിനറ്റ് ആയിട്ടും പെർഫോമൻസ് വേരിയൻസ് ഉണ്ട്. Intel 12th Gen 13th Gen വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്പുകളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതും കൂടി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റഫാണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു വീഡിയോ വർത്ത് ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.